നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ജനസംഖ്യാ കണക്കെടുപ്പ്, അതായത് സെൻസസ് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഡിജിറ്റൽ സെൻസസ് സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കും, നേരത്തെയൊക്കെ ഉദ്യോഗസ്ഥന്മാർ വീട്ടിലെത്തിയിട്ടായിരുന്നു സെൻസസ് എടുത്തിരുന്നത്. എന്നാൽ ഇനി മുതൽ ഡിജിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ സ്വന്തമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വർഷം മുതലാണ് 2026-27 കാലത്തിലുള്ള ഈ ഒരു സെൻസസിലാണ് ഈ ഒരു ആദ്യമായിട്ട് ഡിജിറ്റൽ സംവിധാനം വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ സ്വന്തമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇരുന്ന് നമുക്ക് ഇത് ചെയ്യേണ്ടതുണ്ട്. കൃത്യമായിട്ട് വിവരങ്ങൾ നൽകി നമ്മൾ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിലുള്ള ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരാണോ രക്ഷിതാവ് അയാളുടെ മൊബൈൽ നമ്പറും പേരും കൊടുത്തിട്ടായിരിക്കണം ഇത് ആദ്യം ലോഗിൻ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു മെമ്പർമാരുടെ ഡാറ്റകൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു നമ്പർ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരു കുടുംബത്തിന് വേണ്ടിയിട്ട് ആ നമ്പറോ പേരോ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു തവണ മാത്രമാണ് നമുക്കിത് ആഡ് ചെയ്യാൻ സാധിക്കുക. തെറ്റായുള്ള വിവരങ്ങൾ നൽകാതിരിക്കുക. കാരണം നിങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ പിന്നീട് നിങ്ങൾക്കത് അപേക്ഷക്കകത്ത് നിങ്ങൾക്കത് മാറ്റാനുള്ള സൗകര്യമില്ല. ഇതിൻ്റെ കാലാവധി ജൂൺ 16 മുതൽ ഈ ജൂൺ 30 വരെയാണ്. അതായത് 15 ദിവസമാണ് ഇതിന് കാലാവധി ഉള്ളത്. അതിനിടയ്ക്ക് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിരിക്കണം. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു അപേക്ഷ നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ നമ്മൾ ജൂലൈ 1 മുതൽ 30 വരെയുള്ള കാലയളവിൽ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ അവർക്ക് ഈ നമ്പർ കൈമാറണം. നമ്പർ കൈമാറിയ ശേഷം അവർ നിങ്ങളുടെ ഡാറ്റകൾ കളക്ട് ചെയ്യും. ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോകുകയോ തിരുത്തുകയോ ചെയ്യാനുണ്ടെങ്കിൽ അവരുമായിട്ട് പറഞ്ഞ് ആ ഡാറ്റകൾ നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കും. ഓർക്കുക, ഇനി ഏതെങ്കിലും പ്രായമായ ആളുകൾക്ക് മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റോ സൗകര്യങ്ങളില്ലെങ്കിൽ അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ ജൂലൈ 1 മുതൽ 30 ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിലെത്തും. ആ സമയത്ത് നിങ്ങളുടെ ഡാറ്റകൾ അവർക്ക് കൈമാറിയാൽ മതി. അവർ നിങ്ങളുടെ അപേക്ഷ പൂർത്തിയാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ഈ സെൻസസ് പൂർത്തിയാക്കുക എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം. സ്വന്തമായിട്ട് മലയാളത്തിൽ തന്നെ വായിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു അപേക്ഷ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇതിനകത്ത് 34 ചോദ്യങ്ങളുണ്ട്. ഈ 34 ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കണം. അത് നിങ്ങളുടെ വീടും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏതൊക്കെ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരെ ഈ ഒരു സെൻസസ് ഡാറ്റ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീൻ കാണുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ സംസ്ഥാനം സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കേരളം എന്ന് സെലക്ട് ചെയ്ത് അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഒരു ക്യാപ്ച കോഡ് കാണും. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററൊക്കെ ഉണ്ട്. അത് കൃത്യമായി നോക്കി അവർ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ വെരിഫൈ കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് കിട്ടും. ആ പോപ്പപ്പ് നിങ്ങളത് വായിച്ച് നോക്കുക. അതിനുശേഷം താഴെ ഓക്കെ എന്ന ബട്ടൺ കാണും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീട്ടിലുള്ള ഗൃഹനാഥൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അയാളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ആവശ്യമാണെങ്കിൽ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങളിവിടെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. OTP കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങളുടെ വീട് നിൽക്കുന്ന ലൊക്കേഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം നിങ്ങൾ 2 വിരൽ ഉപയോഗിച്ചുകൊണ്ട് സൂം ഔട്ട് ചെയ്തും സൂം ഇൻ ചെയ്തും കൃത്യമായ സ്ഥലത്ത് വീട് ആ ലൊക്കേഷൻ കൊണ്ടുപോയി വെച്ച് താഴെ ഓക്കെ ബട്ടൺ അല്ലെങ്കിൽ സ്ഥിരീകരിക്കുക എന്ന് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് 34 ചോദ്യങ്ങൾ 1 by 1 ആയിട്ട് കാണാൻ സാധിക്കും. ഈ 34 ചോദ്യങ്ങളും മലയാളത്തിലായിരിക്കും. വായിച്ച് നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഓപ്ഷൻസുകളുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രധാനമായിട്ടും നിങ്ങളുടെ വീട് ഏത് തരത്തിലുള്ള വീടാണ് എന്നുള്ളതും, അതുപോലെ തന്നെ തൊട്ടടുത്ത ചോദ്യം നിങ്ങളുടെ വീടിൻ്റെ തറ ഏതാണ്, അതായത് സിമൻ്റ് ആണോ അതുപോലെ തന്നെ കല്ലാണോ എന്നുള്ളതൊക്കെ ചോദിക്കും. കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മൊബൈൽ ഫോണുണ്ടോ, ലാൻഡ് ഫോണുണ്ടോ, വീട്ടിൽ കാറുണ്ടോ അല്ലെങ്കിൽ ബൈക്കുണ്ടോ തുടങ്ങിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് ചോദിക്കുന്നുണ്ട്. 34 ചോദ്യങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പറുണ്ട്, എത്ര പേര് ദമ്പതിമാരാണ്, അങ്ങനെ തുടങ്ങിയിട്ട് ബാത്റൂം സൗകര്യമുണ്ടോ, അതുപോലെ തന്നെ കിണർ സൗകര്യമുണ്ടോ, എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള 34ഓളം ചോദ്യങ്ങൾ ചോദിക്കും. കൃത്യമായി മലയാളത്തിൽ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ കാണാൻ സാധിക്കുക. മലയാളത്തിൽ അതിൻ്റെ ഉത്തരങ്ങൾ ഓപ്ഷൻസ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ വീട് ഏത് രീതിയിലാണോ അത് കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. വീട്ടിലുള്ള മെമ്പർമാരുടെ എണ്ണം കൊടുക്കുമ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ളവർ വരെയുള്ള മെമ്പർമാരുടെ എണ്ണം ആഡ് ചെയ്ത് കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തവണ നമ്മൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയി അവസാനം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മാറ്റാനോ തിരുത്താനോ സാധിക്കില്ല. പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്ന ജൂലൈ 1 മുതൽ 30 വരെയുള്ള കാലയളവിൽ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ വീട്ടിലെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അവരോട് പറഞ്ഞാൽ അവർ ആ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തരും. നിങ്ങൾ ഇതുപോലെ വിജയകരമായി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ കുറച്ചൊരു സീക്രട്ട് കോഡ് കിട്ടും. ഈ ഒരു കോഡ് നിങ്ങൾ
തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുകയോ ഒക്കെ ചെയ്തു വെക്കണം. ഉദ്യോഗസ്ഥന്മാർ ജൂലൈ 1 മുതൽ 30 വരെ കാലയളവിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നിങ്ങൾ ഈ നമ്പർ കൈമാറണം. ഈ നമ്പർ ഉപയോഗിച്ച് അവർക്ക് നിങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യാനും അത് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക. ചോദ്യങ്ങൾ മുഴുവനായിട്ട് ഞാനിവിടെ കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് മലയാളത്തിലാണ് ചോദ്യങ്ങൾ. കൃത്യമായിട്ട് നമ്മുടെ വീടും പരിസരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അത് നിങ്ങൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.